അതാണ് നമ്മൾ ഈ ആത്മീയത പറയുന്നത്. എന്തിനാ നിങ്ങൾ ഈ ആത്മീയത പറയുന്നത്? ബുദ്ധി പോരേന്ന് ചോദിക്കുന്നുണ്ട്. ബുദ്ധി പോരാന്നാ പറയുന്നത്. ഇസ്രയേലിന്റെ ബുദ്ധി മതി എന്നാണ് അവരുടെ അവകാശവാദം. നിന്റെ സമായിയായ ബുദ്ധി ഞങ്ങൾക്ക് വേണ്ട. അവിടെയാണ് മാനവികതയുള്ളത്, അവിടെയാണ് മനുഷ്യത്വമുള്ളത്, അവിടെയാണ് കാരുണ്യമുള്ളത്. മനുഷ്യത്വത്തിന്റെ ഗുണങ്ങൾ മുഴുവൻ അവിടെയാണ് നിലനിൽക്കുന്നത്. അത് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ ബുദ്ധി മതി എന്ന ആ ബുദ്ധിയുടെ പ്രവർത്തനങ്ങളുടെ 5 മേഖലയാണ്. ഒന്ന് തഹ്ലീറുൽ അഫ്കാർ അൽ അഹ്വലിയ, ഉന്നതമായ ചിന്തകൾ ആദ്യം അതിനെക്കുറിച്ച് കൊണ്ടുവരിക. പിന്നെ തഹ്ലീറുൽ മവാദ്, അതിനുവേണ്ട മെറ്റീരിയലുകൾ കൊണ്ടുവരിക. പിന്നെ തഹ്ലീറുൽ മുസ്തൽസമാത്ത്, അതിനുവേണ്ട ഇനി എന്തൊക്കെ അനിവാര്യമായ ഘടകങ്ങൾ അതിന് വേണ്ടോ അതൊക്കെ അതിലേക്ക് കൊണ്ടുവരിക. പിന്നെ അതസ്, അതിന്റെ കമാലുൻ നവർ, അതിന്റെ പൂർണ്ണത. ബസല്, ഇനി ഒരിക്കലും അതിന്റെ ചങ്ങലക്കെട്ടുകളിലേക്ക് തിരിച്ചു പോകാത്തക്ക രൂപത്തിലുള്ള വിജ്ഞാനം തരിക. ഈ 5 മേഖലകൾ മതി ഞങ്ങൾക്ക് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾക്ക് അത്യുന്നതമായ അറിവാണ്, ഏറ്റവും ഉത്കൃഷ്ടമായ അറിവാണ് നിങ്ങളുടെ ആത്മീയമായ ബുദ്ധി. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന അറിവാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതിനാണ് ഏറ്റവും താഴ്ന്നത് എന്നല്ല, ഏറ്റവും അടുത്ത് കിടക്കുന്ന അറിവ് എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ കാന കാബ കൗസൈനിയാവും അതിന, അള്ളയും മുഹമ്മദ് നബിയും കാന കാബ കൗസൈനിയാവും അതിന എന്ന് പറയണ്ടല്ലോ. അള്ളയും മുഹമ്മദും 2 അമ്പും വില്ലും കണക്കെ അടുത്തു എന്ന് പറയണ്ടല്ലോ. കാബ കൗസൈനി എന്ന് പറഞ്ഞ 2 അർദ്ധവൃത്തം, ആ 2 അർദ്ധവൃത്തം കൂടി ചേരുക പൂർണ്ണവൃത്താണ്. ഈ ബ്രാക്കറ്റ് അതാണ് കൗസ് എന്ന് പറഞ്ഞ. അതൊന്നും ഇന്നത്തെ വിഷയമല്ല, അത് നിങ്ങൾ പറഞ്ഞോളി. നമുക്ക് വ്യക്തികളൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല. അപ്പൊ 2 കാബ കൗസൈനി ആയിട്ട് നിൽക്കുകയാണ്. അത് അടുത്ത് അതിനേക്കാൾ അടുത്ത് എന്നാണ്. ധന എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാണ്. ധന പൊതല്ല അപ്പൊ കാന കാബ കൗസൈനി ആവാതെ പതന പൊതല്ല അപ്പൊ കാന പൊതല്ല. ദല്ല എന്ന് പറഞ്ഞാൽ അറിയിച്ചു കൊടുക്കുക. അതിന്റെ ഇടയിൽ വന്നത് നമ്മുടെ ദൽവു വന്നത്. ദൽവു എന്ന് പറഞ്ഞാൽ അപ്പൊ അതൊരു ചോദ്യം വന്നതാ. ബക്കറ്റല്ലേ അത് ഇതിന്റെ ഇടയിൽ വന്ന ഒരു സംശയം. ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ചു പോവുകയാണ്. അത് ഓർമ്മ വരുമ്പോ പറയാണ്. ദൽവു എന്ന് പറഞ്ഞാൽ ബക്കറ്റ് കിണറ്റിലിട്ടപ്പോ വൈദാഹിയ ഗുലാമും ബുഷറ എന്ന് പറയണ്ടല്ലോ. സന്തോഷമേ, എന്താണ് ഇതൊരു കുട്ടീനെ കിട്ടിയിരിക്കുന്നു ഞങ്ങൾക്ക് എന്ന് പറയണ്ടല്ലോ. ദൽവ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് എന്നല്ല, നിങ്ങളുടെ തെളിവുകൾ അവതരിപ്പിക്കുക. അതാണ് അൽക്കാ ദൽവഹു എന്ന് പറഞ്ഞാല്. ഓരോരുത്തരും തന്റെ ബക്കറ്റ് ഇടുക. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് എന്താന്ന് വെച്ചാൽ അത് അവതരിപ്പിക്കാം. അതാണ് ദൽവ്. ബക്കറ്റ് അല്ലെങ്കിൽ ഈ ദൽവ് എന്ന് പറഞ്ഞാലാണ് അറിവിന്റെ ബക്കറ്റാണ്. തനിക്കറിയുന്നത് എന്തോ അത് മുന്നിൽ അവതരിപ്പിക്കുക. അപ്പൊ ഇവിടെ നമ്മളൊരു വിഷയം വെക്കുകയാണ് ചർച്ചക്ക്. ഓരോരുത്തരും അവനാന്റെ ദൽവിടുക, അവതരിപ്പിക്കുക. അതാണ് അൽക്കാ ദൽബഹു. അൽക്ക എന്ന് പറഞ്ഞാൽ ഇടുക എന്ന് പറഞ്ഞാൽ അൽക്കാ ഹുത്തുബത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഉരീദു അൻ ഉൽഖിയയിലേക്കും കലിമത്തന്നെ കലിമത്തൈനി, നിങ്ങളുടെ മുമ്പിൽ 1-2 വാക്കുകൾ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഉൽഖിയ. ഏത് അറബികളും പറയുന്നതാ. ഏത് അറബികളുടെയും പ്രസംഗത്തിൽ ഉൽഖിയ എന്നാ പറയാം. അൽക്ക അതാണ് ഇടുക എന്ന് പറഞ്ഞാൽ മുന്നിൽ അവതരിപ്പിക്കാനാണ്. തന്റെ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്റെ കയ്യിലുള്ള അറിവ്, അതാണ് തന്റെ ബക്കറ്റ്. അത് ഇട്ടപ്പോഴാണ് ഒരു യൂസുഫിനെ കിട്ടിയത്. യൂസുഫിനെ അപ്പോഴേ കിട്ടുള്ളൂ. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ നല്ല പണിയാണ് വേണ്ടത്. ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കും അറിയുന്നില്ല. മെല്ലെ മെല്ലെ കൊണ്ടുവരാ ഞങ്ങളെ, മെല്ലെ മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അതിനാന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തത് എന്നാണ്, ഏറ്റവും തരം താങ്ങത് എന്നല്ല. നിങ്ങൾക്ക് ലഭ്യമാകാൻ ഏറ്റവും എളുപ്പമുള്ളത് നിങ്ങൾ ചോദിച്ച അറിവ് തന്നെയാണ്. പക്ഷേ ഹൈറ് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക്. ലോകത്തിന് ഹൈറ് അതാണ്.